കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. കാളികാവ് ഉദരംപൊയിലിൽ 2 വയസ്സുകാരി ഫാത്തിമ നസ്റിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. കുട്ടിയെ പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിനെ ഞായറാഴ്ച ആശുപത്രിയിൽ എത്തിച്ചത്. ഉച്ചയ്ക്ക് 1:30 ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയെന്നാണ് പറഞ്ഞിരുന്നത്. കുട്ടിയെ ആദ്യം കാളികാവ് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. ഷഹബാനത്താണ് കുട്ടിയുടെ മാതാവ്. ഇവർക്ക് 3 മാസം പ്രായമുള്ള ഒരു കുട്ടിയുമുണ്ട്. കുഞ്ഞിന്റെ ദേഹത്ത് മർദ്ദനമേറ്റ പാടുകളുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇന്നലെ ഇവര് ഭക്ഷണം കഴിച്ചിട്ട് തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോൾ ഇത് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ് ഇത് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരിച്ചതല്ല കുട്ടി, അല്ലെങ്കിൽ ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഒരു അപകടം പറ്റിയിട്ട് കൊണ്ടായതല്ല എന്നുള്ള ഇതിന്റെ ആദ്യം മുമ്പ് തന്നെ അറിയാം. എന്താ വെച്ചാൽ ഇതിന്റെ മുമ്പായിട്ട് തന്നെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായതാണ്. ഈ മാരേജ് പ്രശ്നമായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇതിന് മുമ്പായിട്ടൊരു പീഡന കേസ് കൊടുത്തിട്ടുള്ളതാണ് ഇവന്റെ പേരിൽ. ഈ കൊന്നു എന്ന് പറയണ ഈ കുട്ടിന്റെ വാപ്പാന്റെ പേരിൽ പീഡന കേസ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവര് കൊന്നതായിരിക്കാം എന്നാണ് ഞങ്ങൾ ഫുള്ള് ഉറപ്പ്. അപ്പൊ തന്നെ ഞങ്ങൾ ഉറപ്പ് കൊന്നതാണെന്ന് തന്നെ ആയിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ഉറപ്പിച്ചത് ഇവര് മുഖത്തില്ല പാടും ഈ അടയാളങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഉറപ്പിച്ച് ഈ കുട്ടിനെ കൊന്നത് തന്നെയാണ്. പിന്നെ ഇവനാണ് ആ വീട്ടിന്റെ അടുത്ത്, അതായത് അയൽവാസി ആയിട്ട് നിൽക്കുന്നത് ഇവനാണ്, തൊട്ടടുത്ത്. ഇവരാണ് ഹോസ്പിറ്റലിലേക്ക് അപ്പൊ കൊണ്ടുവന്നത്. ഉപ്പ ചെയ്തതാവുന്നാണോ പറയുന്നത്? ഉപ്പ തീർച്ചയായിട്ടും ഉപ്പ തന്നെ ചെയ്താണ് ഇത്. അവന്റെ അളിയന് ആ വീട്ടില് ആ സമയത്ത് ആ വീട്ടിൽ അളിയനുണ്ട്. ആ വീട്ടിൽ തന്നെയാണ് അളിയനും നിൽക്കുന്നത്. കുഞ്ഞെല്ലാരും ഈ കുട്ടി ഇപ്പൊ മരിച്ച കുട്ടി അടക്കം ആ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. അപ്പോ ഈ അളിയൻ അപ്പൊ അവിടെ സ്പോട്ടിൽ അവിടെ ഉണ്ടായിരുന്നാണെന്നാണ് പറയണത്. അളിയൻ മൊഴി കൊടുത്തിട്ടുണ്ട്, പോലീസുകാർക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുട്ടിനെ ചവിട്ടി കൊന്നതാണ്, നെഞ്ഞത്ത് ചവിട്ടിയതാണ്, മുഖത്ത് കൈ വെച്ച് കുത്തിയതാണ്, ചുമരുമ്പ് കൊണ്ടുപോയിട്ട് കയത്തിന് നെക്കിയതാണ്. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മരിച്ചതെന്നാണ് പറയുന്നത്. അളിയനും ഈ പോലീസുകാർക്ക് കൊടുത്ത FIR അതുണ്ട്. കുടുംബപരമായിട്ട് ഒരു ലവ് സ്റ്റോറി, ഒരു പ്രണയത്തിന്റെ പേരിലാണ് ഇത് വന്നത്. അപ്പോ ഒരു പ്രണയിച്ച് ഇവര് വയസ്സാകാത്തൊരു ടൈമിലാണ് ഇവര് പ്രണയിച്ചുകാണ്ട് ഇങ്ങനെ വയറ്റിലുണ്ടായി, ഗർഭിണിയായി, അവള് ഗർഭിണിയായി. അതിനുശേഷം ഇവർക്ക് എല്ലാ മാതാപിതാക്കളും ചെയ്യണ പോലെ തന്നെ ഇവരും കേസ് കൊടുത്തു. പീഡന കേസ് എന്ന് പറഞ്ഞാൽ ആരെന്ന് അറിയില്ലല്ലോ. അപ്പോഴൊന്നും ഇവനാണ് ഇതിന്റെ ആളെന്നൊന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ എല്ലാരും കൊടുക്കുന്ന പോലെ തന്നെ എല്ലാ മാതാപിതാക്കളും ചെയ്യണ പോലെ തന്നെ കേസ് കൊടുത്തു. കേസ് കൊടുത്തതിന് ശേഷം ഇവന് ലോക്കാവും, അല്ലെങ്കിൽ ഇവനിങ്ങനെ ഇങ്ങനെ ഇത് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇവനും പെട്ടുപോകും കരുതിയിട്ട് ഇവന് ഒരു മാരേജിന് തയ്യാറാകും. ഒരു വർഷത്തിന് ശേഷം ഒരു മാരേജ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇവര് ഈ കേസ് ഒഴിവാക്കി തരണം പറഞ്ഞിട്ട് ഒരുപാടായിട്ട് ഇവരെ ആക്രമിക്കുക, അല്ലെങ്കിൽ ഉപദ്രവിക്കുക, ഈ നിരന്തരമായിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്യണേ. ഇവരെ വീട്ടിൽ കൊണ്ടുവരും, വീട്ടിൽ വരും, ഈ രാത്രിയിലൊക്കെ വീട്ടിൽ വന്നിട്ട് ഇവരെ ഉപദ്രവിക്കും. അവിടെ ആ വീട്ടില് ഈ കുട്ടിയും ഇവരെ ഉമ്മയും പിന്നെ ഉമ്മുമ്മയും മാത്രമേ ഉള്ളൂ, വയസ്സായ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബന്ധുക്കാരൊക്കെ അപ്പുറത്ത് ചുറ്റുവട്ടത്ത് കൂടെ ഉള്ള ബന്ധുക്കാരും അയൽവാസികളൊക്കെ ഇത് അറിഞ്ഞിട്ട് ഇത് വരുമ്പോതിന് ഇവൻ ഇവിടുന്ന് പോയിട്ടുണ്ടാവും, ഇവൻ ഇവിടുന്ന് വണ്ടി എടുത്ത് പോയിട്ടുണ്ടാവും. അപ്പൊ ഇവനെ ആർക്കും കാണാനോ അങ്ങനെ സംസാരിക്കാനോ കിട്ടില്ല. അപ്പൊ ഇതിന് ഇപ്പൊ ഇപ്പൊ അങ്ങോട്ട് വിടലേ അല്ല, ഈ കുട്ടിനെ അങ്ങോട്ട് വിടലേ അല്ല, കുട്ടിനെയും തള്ളനെയും വിടലില്ല. ഒരു 2 വർഷം 3 വർഷമായിട്ട് വിടലില്ല. അപ്പോൾ ഇവര് ഈ അളിയൻ എന്ന് പറയുന്ന ആളെ കുട്ടിന്റെ സ്കൂളിൽ എന്തോ പ്രോഗ്രാം ഉണ്ട്, ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ ഒരു 2 ദിവസത്തിന് ഒന്ന് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നാക്കി തരാന്ന് പറഞ്ഞിട്ട് ഉപ്പാന്റെ വീട്ടിലേക്ക് 2 ദിവസം മുമ്പ് പോയതാണ്. 2 ദിവസം മുമ്പ് കൊണ്ടാക്കി ഇങ്ങോട്ട് തന്നെ റിട്ടേൺ കൊണ്ടുവന്നേരാ പറഞ്ഞിട്ട് കൊണ്ടതാണ്. പിന്നെ അവര് പറഞ്ഞു ഇനി വിടുന്നില്ല, ഞങ്ങളിൽ തന്നെ നിൽക്കണേ, ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ നോക്കും, അങ്ങനെ പറഞ്ഞാണ്ട. അതിലൊരാഴ്ച കഴിഞ്ഞിട്ട് ഈ കുട്ടിന്റെ ഉമ്മാന്റെ ഉമ്മ, അതായത്
ഈ പെണ്ണിന്റെ ഉമ്മ നേരെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് കരുതിയാണ്ട് അവിടെ പോയാണ്ട് നോക്കുമ്പോൾ ഈ കുട്ടിന്റെ മുഖത്ത് കുറെ പാടുകളൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ഉണ്ടായതൊന്നുമല്ല, അതിന്റെ മുമ്പേ കുറെ പാടുകളുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് അവിടെ നിർത്താൻ താല്പര്യമില്ല, ഞങ്ങൾ റിട്ടേൺ കൊണ്ടുപോവാണ് കുട്ടീനെ, ഞങ്ങൾ റിട്ടേൺ കൊണ്ടുപോകാണെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അത് കൊണ്ടുപോകാൻ പറ്റില്ല. അവരെ ഉമ്മയും പെങ്ങളും ഈ പറയുന്ന അവരെ ഭർത്താവും കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങൾ കൊണ്ടുപോകണില്ല, ഇവിടെ തന്നെ നിർത്തിക്കാണ്ട് ഞങ്ങൾ നോക്കിക്കൊണ്ട് അവരെന്താ വെച്ചാൽ നോക്കിക്കൊണ്ട് ഇനി അവിടെ ഇപ്പൊ ഇത്രയും കാലമായിട്ട് അവിടെ തന്നെ അല്ലേ, ഇനി ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇനി അവിടെ നിർത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ജസ്റ്റ് ഒരു അത് കഴിഞ്ഞ് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇപ്പൊ അവിടുന്ന് ആ കുട്ടീനെ കണ്ടു പോന്നിട്ട്. ഞങ്ങളിപ്പോ അവിടേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും ഇവര് വിടുന്നില്ല. അപ്പൊ ഇതാണ് അവരുടെ ഉദ്ദേശം. ഇത് അവന് ഫോൺ ചെയ്തിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഇവൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടില്ലാണ് കുട്ടീന്, ഈ പെണ്ണിന്റെ ഈ രണ്ട് കുട്ടികളെയും ഇവരും കൊല്ലും തന്നെ ഓന ഫോൺ ചെയ്തിട്ടും അല്ലാതെയും പറഞ്ഞാണ്. അത് നിങ്ങൾ അവരെ ജ്യേഷ്ഠത്തി ഉണ്ട്, ഇവിടെ ഈ മരിച്ച കുട്ടിന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തി ഉണ്ട്, ഓള് കുറച്ച് അപ്പുറത്താണെങ്കിലും അവരോട് ചോദിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അവരെ ഫോൺ ഡെയിലി ഒരു നിരന്തരം ഫോൺ ചെയ്തുകൊണ്ട് ഈ ഭീഷണി അവിടെ ഫോൺ ചെയ്തുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒന്നില്ലെങ്കിൽ എൻ്റെ പേരിലുള്ള കേസ് തീർത്തു തന്നു കഴിഞ്ഞാൽ ഞാൻ ഡിവൈസ് ചെയ്തുകൊണ്ട് ഇത് ഒഴിവാക്കിക്കോളാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കുട്ടീനെ ഈ പെണ്ണിനെയും കൊല്ലും, രണ്ട് കുട്ടികളെ ഈ മോന്റെ ഭാര്യനെയും കൊല്ലും തന്നെ നിർബന്ധം അത്ര ഇതിൽ പറഞ്ഞതാണ്.